ഡിയർ സ്റ്റുഡൻസ്, 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള CUET UG എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഈ CUET നമുക്ക് എല്ലാവർക്കും അറിയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം വരുന്ന CUET UG എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ നമുക്കതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകാം. വെബ്സൈറ്റിൽ NTA വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഡെഡ് ലൈനും അതുപോലെ തന്നെ ഓരോ ഡെഡ് ലൈനും സ്പെസിഫിക് ആയിട്ട് എക്സാമിൻ്റെ ഡേറ്റ്, പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഡേറ്റ്, ടെൻറ്റേറ്റീവ് ഡേറ്റും അതുപോലെ എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം. സോ ഫസ്റ്റ് ജനുവരി 2026 ജനുവരി 30 വരെയാണ് നമുക്ക് സമയമുള്ളത്. വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനുവരി 30 11:50 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം വരുന്നത്. ആൻഡ് എന്തെങ്കിലും കറക്ഷൻസ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി 4 വരെ സമയമുണ്ട്. അതിന് മുന്നേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് നോട്ട് ചെയ്യുക. ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ്. അതായത് ജനുവരി 30 വരെ നിങ്ങൾക്ക് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും. ജനുവരി 31 ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് 31 രാത്രി 11:50 വരെ നിങ്ങൾക്ക് അതിൽ എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനുള്ള, ഓൺലൈനായിട്ട് തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 31 പിന്നെ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 4 വരെ നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു കറക്ഷൻ ചെയ്യാനുള്ള സമയമാണ്. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കും. അതിൻ്റെ എക്സാമിനേഷൻ്റെ സിറ്റി എവിടെയാണ് വരുന്നത് എന്നുള്ളതും അഡ്മിറ്റ് കാർഡ് അതെല്ലാം പിന്നീടായിരിക്കും വെബ്സൈറ്റ് വഴി അറിയിച്ചോളും. എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് ഇവിടെ കാണാൻ പറ്റും. മെയ് 11 മുതൽ 31, 2026 മെയ് 11 മുതൽ 31 വരെ, അതിൻ്റെ ഇടയിലായിട്ടായിരിക്കും എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത്. ഇതെല്ലാം ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഒഫീഷ്യലി വെബ്സൈറ്റ് വഴി തന്നെ അറിയിക്കും. ദെൻ വെബ്സൈറ്റ് CUET.NTA.nic.in NTA വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ പറ്റും. സോ അതിലെ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇതിലുള്ളത് എന്നുള്ളത് അറിയാൻ മേ ബി. സോ ഇനി നമുക്ക് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ ഒരു CUET UG എക്സാമിന് അണ്ടറിലേക്ക് വരുമ്പോൾ ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം കോളേജസ് ആണ്, മേജർ ആയിട്ടുള്ള ഏതെല്ലാം യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, ആസാം യൂണിവേഴ്സിറ്റി, അതുപോലെ ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇതിൽ മേജറായിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് യൂണിവേഴ്സിറ്റീസ് പറയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ സെൻട്രൽ സയൻസസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, അതുപോലെ ജമ്മു, ജാർഖണ്ഡ്, ഇങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഞാൻ എല്ലാം വായിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സംബൽപൂർ IIM ഇവിടെ വരുന്നുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സംബൽപൂർ, അതുപോലെ JMI ജാമിയ മില്ലിയ ഇസ്ലാമിയ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇതിലേക്ക് വരുന്നത്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ നല്ല ഹൈ റാങ്കിങ്ങിലേക്ക് വരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CUET UG എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഇപ്പോൾ +2 അതുപോലെ +2 പഠിക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ UG പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാതെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കുറച്ച് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, വളരെ നല്ല യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇതിലേക്ക് ഈ ഒരു എക്സാമിൽ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിങ്ങനെ ഏതെല്ലാം യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. CUET.NTA.nic.in/universities എന്നുള്ള വെബ്സൈറ്റിലേക്ക്, ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റീസ് ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കുറച്ച് ഇതിന് ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
ഇപ്പോൾ ഒരുപാട് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഒരുപാട് ചൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ അതും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓരോ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ അവിടെ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഏതെല്ലാം കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോഗ്രാം ഏതെല്ലാമാണ്, അതുപോലെ ഏതെല്ലാം സബ്ജക്റ്റുകളാണ് വരുന്നത്, അതിനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഏതെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെല്ലാം ഡിഗ്രി പ്രോഗ്രാമുകളാണ് ഓഫർ ചെയ്യുന്നത്, അതിലുള്ള കോഴ്സുകൾ ഏതെല്ലാമാണ്, അതിലുള്ള ഏതെല്ലാം സബ്ജക്റ്റുകളാണ് ഓരോ കോഴ്സിലും വരുന്നത്, എല്ലാം സബ്ജക്റ്റ് ആണെന്നുള്ളതും ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, ആ യൂണിവേഴ്സിറ്റിയുടെ ഏതെല്ലാം കോഴ്സുകളാണെന്നുള്ളതും കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സബ്ജക്റ്റ് ഏതെല്ലാം സബ്ജക്റ്റുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, NTA വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതും ഏത് കോഴ്സ് ആണെന്നുള്ളതെല്ലാം നിങ്ങൾ ഈ സബ്ജക്റ്റോട് കൂടി ഇതെല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇവിടെ കൊടുത്തിട്ടുള്ള NTA ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ഓഫ്ലൈൻ ആയിട്ടുള്ള മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് വഴി, വേറെ ലിങ്ക് മാറി വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലൊന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. ഒഫീഷ്യലായിട്ട് NTA ഇവിടെ കൊടുത്തിട്ടുള്ള CUET.NTA.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി മാത്രമേ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. റൈറ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒരു കാൻഡിഡേറ്റ് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും നിങ്ങൾ ഒരു തവണ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കായി വേറെ രീതിയിൽ വേറൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. സോ ഒരു കാൻഡിഡേറ്റിന് ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ക്ലിയർ ആയിട്ട് വായിച്ച് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിലുള്ള റൂൾസ്, അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലൈ ചെയ്യണം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും എന്നുള്ളതെല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നാലാമത്തെ കാര്യം, നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇതെല്ലാം ഒന്നുകിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ പാരൻസിന് നിങ്ങൾ ഗാർഡിയൻസ് യൂസ് ചെയ്യുന്ന ഇമെയിൽ IDയോ മൊബൈൽ നമ്പറോ ഒക്കെ വേണം കൊടുക്കാൻ. ഇതല്ലാതെ വേറെ റോങ് നമ്പർ കൊടുത്തു പോകരുത്. കാരണം ഇതിലുള്ള എല്ലാ ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നിങ്ങൾ മെയിൽ വഴിയും അതുപോലെ നിങ്ങളെ മൊബൈൽ ഫോൺ വഴി മെസ്സേജ് ആയിട്ടും വാട്സാപ്പ് ഒക്കെ ആയിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇത് രജിസ്റ്റേർഡ്, ഇവിടെ കാണാൻ പറ്റും, രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓർ SMS ഓൺ ദി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ടും അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് മെയിൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന സമയത്ത്, ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് തന്നെയല്ലേ നിങ്ങളെ മൊബൈൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളെ ഇമെയിൽ ID തന്നെയല്ലേ കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ഫോൺ നമ്പർ അതുപോലെ തന്നെ ഇമെയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റൈറ്റ്. സോ ഓവറോൾ ഈ ഒരു 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള CUET UG എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതെല്ലാം യൂണിവേഴ്സിറ്റീസ് ആണെന്നുള്ളതും ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏതെല്ലാം കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്, ആ കോഴ്സുകളെല്ലാം ഏതെല്ലാം സബ്ജക്റ്റ് ആണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെല്ലാമാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഈ +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതുപോലെ +2 കഴിഞ്ഞ് ഡിഗ്രി കോഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാം എന്തുകൊണ്ടും ഇതൊരിക്കലും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. CUET എക്സാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള CUET സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എയിം ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ഈ സമയത്ത് ഡെഡ് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജനുവരി 30 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലൊക്കെയുള്ള
ഇത് ഉപകാരപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, അവരുടെ പാരൻസിന് അയച്ചു കൊടുക്കുക. സോ താങ്ക് യു.